Why are you always filming with that camera? So that we remember. These moments are ever so fleeting. They won't last forever. One day, we'll look back at this and wish we could return, even just for a minute. I want to remember what it felt like, the warmth of these moments, the way everything felt so alive. Because years from now, when everything changes, at least we'll have this. We'll have proof that we were here, that this was real. Hello guys, good morning and welcome to day 2 in Malaysia. അപ്പോൾ അത് നമ്മുടെ ഡേ 2 ആണെന്ന് മലേഷ്യയിലെ ഡേ 2 ആൻഡ് മേ ബി ലാസ്റ്റ് ഡേ എന്നും കൂടി പറയാം. നാളെ നമ്മൾ മലേഷ്യയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പം ഇന്ന് ഫുൾ അത്യാവശ്യം മലേഷ്യയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസ് കാണാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ വൈൻ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അവരാണ് നമ്മൾ ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തതും അറേഞ്ച് ചെയ്തതൊക്കെ. അപ്പോൾ അവരുടെ കാറും ഡ്രൈവറൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരായിരിക്കും നമ്മളെ ഇതൊക്കെ കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് കൊള്ളാക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മുടെ എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളത് വഴിയെ പറയാം. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മളിപ്പോൾ ഇതേ ക്യാബ് കയറി. നമുക്കപ്പോൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത കാർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് ഒരു ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് മോളിലോട്ടാണ് പോകുന്നത്, നിയർ ടു ബാട്ടു കേവ്സ്. അപ്പോൾ ഓൺ ദ വേ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് ഒരു ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ വാച്ചും ബാംഗിൾസ് അങ്ങനെ കുറച്ച് ജ്വല്ലറി സാധനങ്ങളുടെ ഒരു സ്ഥലമാണ്. നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ഔട്ട്ലെറ്റ് ഷോപ്പിൽ നിന്ന് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ വാച്ചസ് ഒക്കെ ഏതോ സ്വിസ് ജപ്പാൻ ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നോ ഐഡിയാസ്. നമ്മളവിടെ നിന്ന് പോകുന്നു. ഇനി അടുത്തത് ബാട്ടു കേവ്സ് ആണ്. ബാട്ടു കേവ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണിത്. നമ്മളിത് ബാട്ടു കേവ്സ് എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫേമസ് ബാട്ടു കേവ്സ്. ബാട്ടു കേവ്സ് ഇതൊരു അമ്പലമാണ് ആക്ച്വലി. ഇത് ആ കാണുന്ന സ്റ്റെപ്പ് കയറിപ്പോയാൽ മുകളിലോട്ട് കയറിപ്പോയി അമ്പലം എത്തും. ബാട്ടു കേവ്സിൻ്റെ ലെഫ്റ്റിലോട്ട് നടന്നു കഴിഞ്ഞാൽ വേറെയും കുറച്ച് അമ്പലങ്ങളുണ്ട്. ബാട്ടു കേവ്സ് എന്ന് പറയുന്നത് മുരുകൻ്റെ അമ്പലമാണല്ലോ. അതിൻ്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെയും കുറച്ച് അമ്പലങ്ങളുണ്ട്. ഹനുമാൻ സ്വാമിയുടെ, പിന്നെ അവിടെ വിഷ്ണു ഭഗവാന്റെ ഉണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ കുറച്ച് അമ്പലങ്ങളായിട്ടുള്ള ഒരു കറക്റ്റ് ഒരു അമ്പലം വൈബുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ ഒരു ഗുരുവായൂർ ടച്ചൊക്കെ, ഗുരുവായൂർക്ക് ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ കളേഴ്സൊക്കെ കുറച്ചൊരു തമിഴ് ടച്ചിൽ. നല്ല അടിപൊളി കരിക്ക് കണ്ടപ്പോൾ അത് കണ്ടോ, നിറയെ വെള്ളമൊക്കെ ആയിട്ട് കരിക്ക് കണ്ടപ്പോൾ കരിക്ക് കുടിക്കാന്ന് പറഞ്ഞു. എങ്ങനെ എൻ്റെ ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ അല്ലേ? ഒരു രക്ഷയില്ല. ഈ തായ്ലൻഡ് മലേഷ്യയിലൊക്കെ കരിക്കിൻ്റെ ടേസ്റ്റ്. നമ്മളപ്പോൾ മറ്റേ സൈഡിൽ പോയി. ഇനി ഒറിജിനൽ നമ്മുടെ ബാട്ടു കേവ്സ് എന്നുള്ള ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ ഒരു ഇത്. നമ്മൾ സ്റ്റെപ്പ് കയറി അമ്പലം വരെ കയറുന്നില്ല, കാരണം 272 സ്റ്റെപ്സ് എന്തോ ഉണ്ട്. പിന്നെ നമുക്ക് അത്രയും സമയമില്ല. ഇന്നൊരു ദിവസം കൊണ്ട് പറ്റുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണണം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മുകളിൽ പോയി അമ്പലം വരെ പോകുന്നില്ല നമ്മൾ. അപ്പോൾ അത് ഇതാണ് ബാട്ടു കേവ്സ്. നമ്മുടെ ഫേമസ് മുരുകൻ സ്റ്റാറ്റ്യൂ ഇവിടെ വരുന്നുണ്ട്. ഇതിനിതേ ഫോട്ടോ എടുത്ത് തകർക്കുന്നുണ്ട്. നീ മറ്റേ ക്യാമറയിൽ എടുക്കുന്നില്ല? ഞങ്ങളങ്ങനെ ബാട്ടു കേവ്സിൽ ഇറങ്ങി. ജിതിൻ ഗ്രംപി ആവാൻ തോന്നുന്നു. നീ തല്ലൂടി പോണു. ഞാൻ തലയിലിട്ടല്ലോ. നിനക്ക് ചൂടെടുത്തിട്ട് നീ പ്രശ്നമാക്കാൻ തുടങ്ങിയില്ലേ? ഇല്ലേ? എവിടെ നിന്നും ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്ക്. എന്ത് പറഞ്ഞാലും ചൂടെടുക്കണം പറഞ്ഞ പ്രശ്നം. ചൂടെടുക്കാണ്ട് പിന്നെ ചൂട്ടുള്ള രാജ്യത്ത് വന്ന് ചൂടെടുക്കില്ലേ? ഇപ്പം ചൂടിന് ഞാൻ എന്ത് ചെയ്യാൻ? AC വെക്കാൻ പറ്റും എനിക്ക് ഫുൾ സ്ഥലത്ത്? ഇപ്പോൾ ഞാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി എടുക്കില്ല. ഞാൻ സ്കാൻഡിനേവിയൻ കൺട്രീസോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ കൺട്രീസോ എടുക്കും, ചൂടില്ലാത്ത സ്ഥലം.
നമ്മളങ്ങനെ ഇത് ബാത്തു കേവ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഗെൻഡിങ് ഹൈലാൻഡ്സിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗെൻഡിങ് ഹൈലാൻഡ്സ് അങ്ങ് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. നമ്മൾ ആ KL സിറ്റിയിൽ നിന്ന്, കോലാലംപൂർ സിറ്റിയിൽ നിന്ന് തന്നെ വേറെ ഏതൊരു സ്ഥലത്ത് എത്തിയൊരു വൈബായിരുന്നു. ശരിക്കൊരു മൂന്നാർ, ഊട്ടി അല്ലെങ്കിൽ വയനാട് വൈബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല കുന്നും മലയൊക്കെ കയറി നല്ല ചുറ്റൂർ നിറയെ മരങ്ങളും നല്ല അടിപൊളി കാട് പോലത്തെ ഏരിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഗെൻഡിങ് ഹൈലാൻഡ്സ്. സീ ലെവലിൽ നിന്ന് ഒരു 1800 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഇത് പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഗെൻഡിങ് ഐലാൻഡ് എത്തി, ഗെൻഡിങ് ഹൈലാൻഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഗെൻഡിങ് ഹൈലാൻഡ്സിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊളാക്കിനെക്കാട്ടും നമുക്ക് നേരിട്ട് കാണാം. നമ്മളങ്ങനെ ബാത്തു കേവ്സിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മളൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ടെക്സസ് ചിക്കൻ കണ്ടപ്പോൾ നമ്മൾ ഓർത്തു ചെറുതായിട്ടൊന്ന് വയറ് നിറയ്ക്കാമെന്ന്. ജിതിൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടെക്സസ് ചിക്കനൊക്കെ കഴിച്ചു, ജസ്റ്റ് ഒന്ന് വയറൊക്കെ ഒന്ന് സെറ്റാക്കി. ഇനി നമുക്ക് സ്കൈ ബ്രിഡ്ജ് എന്തായിരുന്നത്, കേബിൾ കാർ, അതന്നെ നേരൊക്കെ മറന്നോളൂ, കേബിൾ കാർ എടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേബിൾ കാർ കയറിയിട്ട് ഇനി നമ്മൾ എവിടെയോ ചെന്നെത്തും. ആ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ കേബിൾ കാർ കയറാനുള്ള ടിക്കറ്റ്സും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി നമുക്ക് പ്രൊവൈഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ്സ് എടുത്ത് ക്യൂ നിന്ന് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് അങ്ങ് ടിക്കറ്റിൽ സ്കാൻ ചെയ്ത് കയറാൻ പറ്റും. സോ നമുക്ക് അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും അവിടെ വന്നില്ല. ഈ കേബിൾ കാർ റൈഡ്സ് ഒന്നും പ്രൈവറ്റ് ട്രാൻസ്ഫേഴ്സ് അല്ല. അപ്പോൾ ഒരു കേബിൾ കാറിൽ എനിക്ക് തോന്നുന്നു ഒരു 6 പേര് എന്തോ ആണ് അവർ കയറ്റുക. ഈ ഗെൻഡിങ് ഹൈലാൻഡ്സിൽ നമ്മളിപ്പോൾ ഈ കേബിൾ കാർ എടുത്ത് വന്ന ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു ടെമ്പിളാണ്, ഗെൻഡിങ് ഐലാൻഡ്സിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് മലനിരകളുടെ ഇടയിലായിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. നമ്മൾ ആ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ടെമ്പിൾ, നല്ല ചൈനീസ് ഒരു പ്രോപ്പർ ചൈനീസ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ വലിയൊരു ബുദ്ധ സ്റ്റാറ്റ്യൂ ഒക്കെയാണ് ഈ ഒരു ടെമ്പിളിന്റെ ഭയങ്കര സ്പെഷ്യാലിറ്റി. നമ്മളിവിടെ എത്തിയ സമയത്ത് കുറച്ച് ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ട്, അത്രയും തിരക്കില്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ടാവോയിസ്റ്റ് ബിലീഫ് പ്രകാരമുള്ള 10 ചേമ്പേഴ്സ് ഓഫ് ഹെൽ എന്ന് വെച്ചാൽ നമ്മുടെ ആഫ്റ്റർ ലൈഫിൽ, നമ്മളുടെ മരണശേഷമുള്ള 10 ചേമ്പേഴ്സ് ഓഫ് ഹെല്ലിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ബിലീഫ്സ് ഒക്കെ. ഒരു 9 സ്റ്റോറി പഗോഡ സ്റ്റൈലാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറൊക്കെ വരുന്നത്. ടെമ്പിളൊക്കെ അങ്ങനെ കുറച്ച് നേരം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നെസ്ലയുടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലും അതുപോലെ ന്യൂസിലാൻഡിലൊന്നും കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. അങ്ങനെ നെസ്ലയുടെ ഒരു സ്പെഷ്യൽ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളുടെ നെക്സ്റ്റ് സ്കൈ കേബിൾ കാർ കയറി ഗെൻഡിങ് ഹൈലാൻഡ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ, ഈ ഗെൻഡിങ് ഹൈലാൻഡ്സിലോട്ട് അങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ വേറൊരു മായാലോകത്ത് എത്തിയൊരു ഫീലായിരുന്നു. ഒരു എൻറ്റയർ സിറ്റി തന്നെ ഒരു ബിൽഡിങ്ങിനകത്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നത് അതാണ് സംഭവം. കുറേയധികം ഷോപ്സും അതുപോലെ തന്നെ വലിയ വലിയ സ്ക്രീൻസും ഒരുപാട് പ്ലേ ഏരിയാസും, അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ഒരു സിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ബിൽഡിങ്ങിനകത്ത് ഒരു ഫുൾ എൻറ്റയർ ഡ്രീം വേൾഡ് പോലത്തെ തന്നെ അല്ലെങ്കിൽ ഒരു വീഗാലാൻഡ് സെറ്റപ്പിൽ ഒരു ഫുൾ തീം പാർക്ക് തന്നെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യം പറഞ്ഞാൽ ചെറിയ പിള്ളേരൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ഗെൻഡിങ് ഹൈലാൻഡ്സ്. ഇവർക്ക് അകത്തും പുറത്തുമായിട്ട് ഇഷ്ടം പോലെ പ്ലേ ഏരിയാസ് ഉണ്ട്. എന്തായാലും നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിതിന് ഇത് നല്ല ഉറക്കമായി, കാരണം നമ്മൾ രാവിലെ എനിക്ക് പോയത് കൊണ്ട് നല്ല ടയർഡായിരുന്നു. പിന്നെ ആ ഒരു ഗെൻഡിങ് ഹൈലാൻഡ്സ് ഫുള്ള് നടന്ന് കാണാൻ തന്നെ ഇഷ്ടം പോലെ ടൈം എടുക്കും. നമ്മളിത് നമ്മുടെ ഹോട്ടലിലെത്താറായതിൻ്റെ സൂചനയായിട്ട് ഇത് നമ്മുടെ പെട്രോണസ് ഒക്കെ കാണാൻ തുടങ്ങി. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സും കൂടി ഉള്ളൂ നമ്മളിനി ഹോട്ടലിലെത്താൻ. വൈൻ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐറ്റിനറി കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അവർ തരുന്ന ഒരു ഐറ്റിനറി അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് എന്താണ് സൗകര്യം, അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ മലേഷ്യ അല്ലെങ്കിൽ കോലാലംപൂർ നമ്മൾ അധികം ടയറിങ് അല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ഐറ്റിനറി പ്രിപ്പയർ ചെയ്തത്. കാരണം നമുക്ക് മലേഷ്യ ഇനിയും ഇഷ്ടംപോലെ തവണ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ടയറിങ് ആവാതെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. ഞങ്ങളിത് റെഡിയായി പൂളിൽ പോവാണ്. തുള്ളി വെള്ളത്തിൽ ഉറക്കം വേണ്ട. ഇതിട്ട് എന്താ ഉറക്കായിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ട്. നമ്മൾ പണ്ട് മറ്റേ കുളത്തിൽ കുളിക്കാൻ പോണ പോലെ കവറിൽ എടുത്തിട്ടൊക്കെ പോകുന്നത് കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് ഹോട്ടലിൽ തിരിച്ചെത്തി നമ്മളൊന്ന് പൂളിലൊക്കെ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തു. ഉച്ച വരെ നമ്മളിന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. നമ്മളിത് പൂളിലെത്തി. കാരണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സ്റ്റേ ഒക്കെയാണ് എടുത്തത്. കുറച്ച് നമുക്ക് ലക്ഷറിയസ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാൻ അതിനായ തക്കതായ കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ ഓൾറെഡി ഒരു വെക്കേഷൻ വന്നതാണ്, ഓൾറെഡി ടയേർഡാണ്. അപ്പം നമുക്ക് അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ട്രാവൽ പ്ലാൻ ഒന്നും വേണ്ട എന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളിത് കുറച്ചധികം നേരം പൂളിലൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ പൂളിൽ പോയി കുളിച്ച് തിരിച്ച് വന്ന് കുളിച്ച് ഫ്രഷായി ഇപ്പോൾ നമ്മളുടെ നൈറ്റ് ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോകണം. അപ്പോൾ ഇന്നത്തെ ഡിന്നറൊക്കെ ആ ഫുഡ് സ്ട്രീറ്റിൽ നിന്നാണ്. അത്യാവശ്യം നല്ലൊരു റിവ്യൂസൊക്കെ ഉള്ള ഒരു ഫുഡ് സ്ട്രീറ്റാണ്. കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളെവിടെ പോകണേ? സലോമ ലിങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ടൂറിസ്റ്റ് ഒരു സ്പോട്ട് പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാബിൽ പോകാനുള്ള ദൂരമുണ്ട്, അത്യാവശ്യം ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ബൈ ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കി. നമുക്ക് ഗ്രാബ് കിട്ടുന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നടക്കാമെന്ന് ഓർത്തു. ഇത് നല്ല മഴ. ഇപ്പം ഞങ്ങളിവിടെ സ്കൈ ലോഞ്ച് വന്നു. സ്കൈ ലോഞ്ച് വന്നു. എന്തെങ്കിലും ഇവിടെ വെറുതെ ഇരിക്കാം. ഫുഡ് സ്ട്രീറ്റിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് കുറച്ചൊന്ന് കഴിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ മഴ മാറട്ടെ എന്നൊക്കെ ഓർത്ത് അവിടെ ഇരുന്നതേ ഓർമ്മയുള്ളൂ. നമുക്ക് നന്നായി വിശക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ചധികം നേരം അങ്ങ് അതിക്രമിച്ചപ്പോൾ നമ്മൾ ഓർത്തു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. കാരണം വയറങ്ങ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മഴ ഇപ്പം മാറും എന്ന് നോക്കിയിരുന്ന് അങ്ങനെ 2 മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്നു. പക്ഷേ മഴയുടെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങി. ശരി, നമുക്ക് വരണോടത്ത് വെച്ച് കാണാം എന്നോർത്തു. മലേഷ്യയിലെ കോലാലംപൂരിൽ ഭയങ്കര ഫേമസ് ആയ ബുക്കിത് ബിൻതാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജലാങ് അലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റാണിത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരുവിധം എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡും ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ഇത് നമുക്ക് പറ്റുന്നതൊക്കെ ട്രൈ ചെയ്തു. ബാക്കിയെല്ലാം കണ്ട് ആസ്വദിച്ചു. ചില ഫുഡൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അങ്ങോട്ട് മനസ്സ് സമ്മതിച്ചില്ല. പക്ഷേ മേ ബി നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ഏഷ്യൻ കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതൊക്കെ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് ഇന്നത്തെ രാത്രി ഇത് ഇവിടെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഡമാസ്കസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷവർമ ഷോപ്പിൽ നിന്ന് ഒരു ബീഫ് ഷവർമയും അതുപോലെ ഒരു ചിക്കൻ ഷവർമയും പാഴ്സൽ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മളിത് നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണ്. എന്തായാലും
അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കോലാലംപൂർ എൻജോയ് ചെയ്യുകയും ചെയ്തു ഈ 2 ദിവസം. ഈ ഒരു 2 ദിവസം കഴിയാറായപ്പോഴാണ് നമുക്ക് ഒരു 2 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയത്. പക്ഷെ സാരില്ല, നമ്മൾ ഇനി മലേഷ്യയിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യം മലേഷ്യയിൽ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ കണ്ടു. ഇനി നമുക്ക് മലേഷ്യയിൽ കൂടുതൽ കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാൻ ബാക്കിയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും കോലാലംപൂർ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പും അതുപോലെ തന്നെ ഈ ഒരു സിറ്റിയും അത്രയധികം മെമ്മറബിൾ ആയിരുന്നു ഞങ്ങൾക്ക്. കല്യാണത്തിന് ശേഷം ഹണിമൂണിന് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കപ്പിൾ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. എന്തായാലും നമ്മുടെ കോലാലംപൂർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. പക്ഷെ മലേഷ്യൻ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അടുത്തൊരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഈ ഒരു വ്യൂ കണ്ടു ഉറങ്ങുന്നത് ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വ്ളോഗ് കമ്മിങ് സൂൺ.